എന്ന കറാമത്തെ മുഴുജത്തിലോ സൃഷ്ടിക്കുന്നതും അള്ളാഹുവാണ്, അത് പ്രവർത്തിക്കുന്നതും അള്ളാഹുവാണ്. ഇയാൾക്കത് റോളില്ല. മൂസാ നബി ഇസ്ലാം വടി താഴെ ഇട്ടു, സർപ്പമായി മാറി. വടി താഴെ ഇടുക എന്ന പ്രവൃത്തി മൂസാ നബിയിൽ പഠിച്ചത് അള്ളാഹു തആല. ആ വടി താഴെ ഇട്ടപ്പോൾ അതിൽ പാമ്പായി മാറ്റുക എന്നതോ അത് ചെയ്തതും അള്ളാഹു തആല. മൂസാ നബി അത് വടിയെ പാമ്പാക്കിയിട്ടില്ല. വടിയെ പാമ്പാക്കാനുള്ള കഴിവ് അള്ളാഹു തആല നൽകിയിട്ടുമില്ല. ഇതാണ് വ്യത്യാസം. യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിലിരിക്കുക. രണ്ടാൾ വന്നിട്ട് ഞങ്ങളിങ്ങനെ സ്വപ്നം കണ്ടു കാണും. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. 12-ാം അധ്യായം 38, 39, 40. അപ്പൊ അദ്ദേഹം പറയുന്ന ആ സ്വപ്നമേക്കാനൊക്കെ അടക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞു തരും. എനിക്കതിനുള്ള കഴിവ് അള്ളാഹ് തന്നിട്ടുണ്ടല്ലോ. എനിക്കതിനുള്ള കഴിവ് അള്ളാഹ് തന്നിട്ട്, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. ആ കഴിവ് യൂസുഫ് നബിക്ക് കൊടുത്തു അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. കൊടുത്ത കഴിവെന്നാണല്ലോ ചോദിക്കുന്നത്, കൊടുക്കാത്ത കഴിവല്ലല്ലോ. അവിടെ സ്വപ്നമേക്കാനും വേറുള്ളവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഓലെടുത്ത് പോയില്ല. അത് കൊടുത്തു എന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവർ ചോദിക്കും, എന്താ വന്ന് കൊടുത്താൽ എന്താ കുഴപ്പം, അങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് എന്താ ന്യായമുള്ളത്? അങ്ങനെ അള്ളാഹു കൊടുത്തു എന്ന് വന്നാൽ അതിനർത്ഥം അള്ളാഹു സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിച്ചു എന്നാണ്. അള്ളാഹു ഖാദിറാണ്, അള്ളാഹു തആല ഖദീറാണ്. അതേ കുദ്റത്ത് അള്ളാഹ് കൊടുത്തു. ഇവരെ വാദപ്രകാരം അള്ളാഹ്ക്ക് സ്വയമുള്ളത് മറ്റൊരല്ല കൊടുത്തത്. ഇതാണ് വ്യത്യാസം. അപ്പോൾ അള്ളാഹിനെ പോലെ ആവൂല, കൊടുത്തതാണ് മറ്റു സ്വയമുള്ളതാണ്, ഈ വ്യത്യാസം. അപ്പം അങ്ങനെ വരുമ്പോൾ അള്ളാഹു സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിച്ചു എന്ന് വരും. ഇരുമ്പ് വളയ്ക്കാനുള്ള സിദ്ധി, കഴിവ് ദാവൂദ് നബിക്ക് ഉണ്ടായത് എങ്ങനെ? അതാണ് മുഴുജിയത്ത്. ദാവൂദ് നബി വളച്ചാൽ വളയും. അത് എങ്ങനെ വളയലുണ്ടായി? അത് ദാവൂദ് നബിയുടെ പ്രത്യേകതയാണോ? അത് അള്ളാഹു തന്നെ നിശ്ചയിച്ച മുഴുജിയത്താണ്. അങ്ങനെ കഴിവ് കൊടുത്തിട്ടില്ല. ആ നിലക്ക് ഏത് മുഴുജിയത്തുണ്ടോ അതൊന്നും കൊടുത്ത കഴിവേ അല്ല, കൊടുത്ത കഴിവേ അല്ല. അങ്ങനെ മുഴുജിയത്ത് എന്നുള്ളത് അങ്ങനെ കൊടുത്തൊരു കഴിവും അല്ല. ഇരുമ്പ് വളയ്ക്കാനുള്ള സിദ്ധി, കഴിവ് ദാവൂദ് നബിക്ക് ഉണ്ടായത് എങ്ങനെ? അതാണ് മുഴുജിയത്ത്. ദാവൂദ് നബി വളച്ചാൽ വളയും. അത് എങ്ങനെ വളയലുണ്ടായി? അത് ദാവൂദ് നബിയുടെ പ്രത്യേകതയാണോ? അത് അള്ളാഹു തന്നെ നിശ്ചയിച്ച മുഴുജിയത്താണ്. ആ നിലക്ക് ഏത് മുഴുജിയത്തുണ്ടോ അതൊന്നും കൊടുത്ത കഴിവേ അല്ല. യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിലിരിക്കുക. രണ്ടാൾ വന്നിട്ട് ഞങ്ങളിങ്ങനെ സ്വപ്നം കണ്ടു കാണും. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. 12-ാം അധ്യായം 38, 39, 40. അപ്പൊ അദ്ദേഹം പറയുന്ന ആ സ്വപ്നമേക്കാനൊക്കെ അടക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞു തരും. എനിക്കതിനുള്ള കഴിവ് അള്ളാഹ് തന്നിട്ടുണ്ടല്ലോ. എനിക്കതിനുള്ള കഴിവ് അള്ളാഹ് തന്നിട്ട്, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. ആ കഴിവ് യൂസുഫ് നബിക്ക് കൊടുത്തു അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. കൊടുത്ത കഴിവെന്നാണല്ലോ ചോദിക്കുന്നത്, കൊടുക്കാത്ത കഴിവല്ലല്ലോ. അവിടെ സ്വപ്നമേക്കാനും വേറുള്ളവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഓലെടുത്ത് പോയില്ല.